ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരയുക, നിലവിളിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 12-ാം അധ്യായം 6-ാം വാക്യം. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൽ ഘോഷിച്ചുല്ലസിപ്പീൻ. കർത്താവ് വലിയവനാണ്, അവൻ സിംഹാസനത്തിലിരിക്കുന്നു. അവൻ നമ്മുടെ പിതാവാണ്. അതിനാൽ നിലവിളിക്കുകയും കരയുകയും ചെയ്യുക. കാഹളമൂതി ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ദൈവം വലിയവനാണ്. അവനാണ് നമ്മുടെ സങ്കേതവും ബലവും. ശലോമോൻ രാജാവ് പറഞ്ഞു, നമ്മുടെ ദൈവം വലിയവനും എല്ലാ ദൈവത്തെക്കാട്ടിലും വലിയവനുമാകുന്നു എന്ന്. അതുകൊണ്ട് അവനു വേണ്ടി നാം പണിയുന്ന ആലയം മഹത്തരമായിരിക്കും. അവൻ പറഞ്ഞതുപോലെ അവൻ ദൈവത്തിന് ഒരു ഗംഭീരമായ ആലയം പണിതു. കരഞ്ഞു നിലവിളിച്ചു. ആലയത്തിന്റെ കൂദാശയിൽ കാഹളം മുഴക്കി. നമ്മുടെ കർത്താവ് വലിയവനാണ്, അവന്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നവർ സ്തുതിച്ചു. ദൈവത്തിന്റെ മഹത്വം ആലയത്തിലിറങ്ങി. ഇന്നും ദൈവം നമ്മുടെ ഉള്ളിൽ വലിയവനായി വസിക്കുന്നു. അവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെക്കാളും വലിയവനാണ്. രോഗങ്ങളുടെ നടുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഡോക്ടർമാരെക്കാൾ വലിയവനാണ് യേശു. നിങ്ങൾക്കെതിരെ വരുന്ന ദുഷ്ടഗോലിയാത്തുകളെക്കാൾ വലിയവനാണ് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദൈവം. നമ്മുടെ കർത്താവ് വലിയവനാണെന്ന ദർശനമുള്ളവരെല്ലാം ഫറവോനെ പോലെയുള്ളവരെ ഓർത്ത് വിഷമിക്കില്ല. അവർ ഭയങ്കരമായ ചെങ്കടലിലൂടെയും കടന്നുപോകും. അവരുടെ മുൻപിൽ മരണത്തിന്റെ നദിയായ യോർദാൻ തിരിഞ്ഞു പോകും. എരിഹോയുടെ മതിലുകൾ പോലും തകരും. നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുകയും നിലവിളിക്കുകയും കരയുകയും ചെയ്യുക എന്നതാണ്. കർത്താവ് നിങ്ങളോട് പറയുന്നത് കരഞ്ഞ് നിലവിളിക്കുക എന്നാണ്. എന്താണ് ഇതിനർത്ഥം? അതിനർത്ഥം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുകയും അവന്റെ സ്തുതികൾ ഉച്ചത്തിൽ പാടുകയും വേണം. ഒരു ഭീരുവായി ജീവിക്കേണ്ടതില്ല, അല്ലെങ്കിൽ തല താഴ്ത്തി നടക്കുക. നിങ്ങൾ ഇനി മിണ്ടാതിരിക്കേണ്ടതില്ല. എന്നാൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും അവനെ ആരാധിക്കുകയും അവന്റെ സ്തുതികൾ ഉച്ചത്തിൽ പാടുകയും ചെയ്യുക. ഒരു ദിവസം യെശയ്യാവ് കർത്താവിനെ വലിയവനായി കണ്ടു. കർത്താവ് ഉയർന്നവനും ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായി കണ്ടപ്പോൾ അവന്റെ ഹൃദയം സന്തോഷിച്ചു. ദൈവത്തെ അങ്ങനെ കണ്ട നിമിഷം മനസ്സിൽ സന്തോഷിച്ചു. സ്വർഗം സിംഹാസനമാണ്, ഭൂമി അത്യുന്നതനായ ദൈവത്തിന്റെ പാദപീഠവുമാകുന്നു. കെരൂബികൾക്കും സെറാഫീൻകൾക്കും പോലും നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാടി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, 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 ഭൂമി മുഴുവൻ അവന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, കർത്താവിന്റെ വിജയമഹത്വം നിങ്ങളിൽ കാണപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഗംഭീരമുള്ള ആർപ്പുവിളിയും ഉണ്ടാകും. സഭാസേവനത്തിൽ ആരാധന സമയം വർദ്ധിപ്പിക്കുക. കർത്താവ് മഹത്തായ ദൈവത്തെ പോലെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും ശക്തമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോവേൽ 2-ാം അധ്യായം 21-ാം വാക്യം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 18-19 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.